പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിലെ ഒരു ദൃശ്യം. സ്ഥലം കുറ്റ്യാടിയിലെ സ്വീകരണവേദി, പുതുയുഗ യാത്രയിലെ സ്വീകരണവേദി. ആ വേദിയിൽ നേതാക്കൾ തമ്മിൽ പിടിവലി. എന്താണ് കാരണമെന്ന് തിരക്കി യാത്രയുടെ ക്യാപ്റ്റനായ പ്രതിപക്ഷ നേതാവിനെ പ്രസംഗിക്കാൻ ക്ഷണിക്കും മുൻപ് ഷാഫി പറമ്പിൽ എം.പിയെ സംസാരിക്കാൻ ക്ഷണിക്കാത്തതിനെ തുടർന്നാണ് പിടിവലി ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി.ഡി. സതീശൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട എം.പി. ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. പലതരത്തിലുള്ള വിശദീകരണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അധ്യക്ഷനായ DCC ജനറൽ സെക്രട്ടറി പ്രമോദ് കക്കട്ടിലിനെയാണ് പ്രേക്ഷകർ കാണുന്നത്. വി.ഡി. സതീശനെ ക്ഷണിച്ചയുടൻ ഷാഫി DCC പ്രസിഡന്റിനോട് സംസാരിക്കാൻ കഴിയാത്തതിലെ നീരസം അറിയിച്ചു. എന്നിട്ടുള്ള പ്രസംഗമാകട്ടെ ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ വിശദീകരിക്കാം. നമുക്ക് ഊഹാപോഹങ്ങൾ മെനയേണ്ട, ആരെയും അപമാനിക്കാനും ശ്രമിക്കേണ്ട. നമുക്ക് ആദ്യം ശബ്ദമില്ലാതെ മ്യൂട്ട് ചെയ്ത് ഇത്രയും കഴിഞ്ഞുടൻ നമുക്ക് ഇനി മ്യൂട്ട് ചെയ്ത് നോക്കാം. വി.ഡി. സതീശനെ ക്ഷണിക്കുന്നു. വി.ഡി. സതീശനെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ ഷാഫിയോട് പറയുന്നു, ഷാഫി കക്കട്ടിലോട് പറയുന്നു, ഇനി ക്ഷണിച്ചിട്ടാണോ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നു. വിളിച്ചിട്ടാണോ ക്ഷണിക്കുന്നത് എന്ന് തോന്നുന്നു. കാരണം ആ സമയത്ത് പ്രവീൺ കുമാർ പറയുന്നുണ്ട്, DCC പ്രസിഡന്റ് പറയുന്നുണ്ട്, ഷാഫി പറമ്പിലിനെ വിളിക്കൂ, ഷാഫി പറമ്പിലിനെ വിളി എന്ന് പറയുന്നുണ്ട്. ആ ദൃശ്യം ഒരിക്കൽ കൂടി കാണിക്കുമ്പോഴാണ് മനസ്സിലായി. ഇത് രണ്ടാം ഘട്ടമാണ്. നമുക്ക് ആദ്യഘട്ടത്തിലെ ചിത്രത്തിൻ്റെ ഭാഗം നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണാം. പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നു. ഇത് പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്ന ദൃശ്യങ്ങളാണ്. പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്ന സമയത്ത് ഷാഫി സംസാരിക്കും. പക്ഷേ പ്രവീൺ പറയുന്നു, അപ്പോൾ വിളിച്ചു കഴിഞ്ഞതുകൊണ്ട് ഷാഫി പറമ്പിൽ പറയുന്നു, ഇനി വിളിക്കണ്ട, വിളിച്ചിട്ടാണോ ക്ഷണിക്കുന്നത് എന്ന് പറയുന്നു. വിളിച്ചിട്ടാണോ ഇനി വിളിക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ ഓൾറെഡി വി.ഡി. സതീശനെ വിളിച്ചു കഴിഞ്ഞു. വി.ഡി. സതീശൻ അത് കണ്ടുകൊണ്ട് നിൽക്കുന്നു, ഒന്നും പ്രതികരിക്കുന്നില്ല, ഇടപെടുന്നില്ല. വി.ഡി. സതീശൻ പ്രസംഗിക്കുന്നു. വി.ഡി. സതീശൻ പ്രസംഗിച്ച് കഴിഞ്ഞതിന് ശേഷം തൊട്ട് പ്രമോദ് കക്കട്ടിൽ ഓടി വരുന്നു. അപ്പോൾ ഷാഫി പറമ്പിൽ പിടിച്ചു മാറ്റുന്നു. കാരണം ഷാഫിയുടെ പേര് പറയാൻ വരികയാണെന്ന് ഷാഫിക്ക് അറിയാം. അതിനുശേഷം ഒരു ചെറിയ ബലപ്രയോഗം, ഒരു മൽപ്പിടുത്തം. അതിനുശേഷം ഷാഫി പറമ്പിൽ സംസാരിക്കും, നിങ്ങളുടെ പ്രിയങ്കരനായ ഷാഫി പറമ്പിൽ സംസാരിക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് ഷാഫി പറമ്പിൽ ഒരൊറ്റ വാചകത്തിൽ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ വി.ഡി. സതീശൻ ജാഥാ ക്യാപ്റ്റനാണ്. സാധാരണ UDFൻ്റെ ജാഥയിൽ ജാഥാ ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ജാഥാ ക്യാപ്റ്റൻ സംസാരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ജാഥാ ക്യാപ്റ്റൻ വന്നപ്പോൾ ഷാഫി പറമ്പിൽ സംസാരിക്കണമെന്ന് DCC പ്രസിഡന്റും ഒക്കെ കരുതി. പക്ഷേ ജാഥാ ക്യാപ്റ്റൻ വന്നല്ലോ എന്ന് കരുതി പ്രമോദ് കക്കട്ടിൽ ജാഥാ ക്യാപ്റ്റനെ ക്ഷണിച്ചു. ആ സമയത്ത് ചെറിയ നീരസത്തോടു കൂടി ഷാഫി പറമ്പിൽ പോകുന്ന സമയത്താണ് കാര്യം ഇനി വിളിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പ്രമോദ് കക്കട്ടിൽ വി.ഡി. സതീശനെ വിളിച്ചിട്ട് വീണ്ടും ഷാഫി പറമ്പിലിനെ വിളിക്കുമോ എന്നുള്ളതായിരുന്നു ഷാഫിയുടെ ആശങ്ക. അതുകൊണ്ട് ഷാഫി പറഞ്ഞു, ഇനി എന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞു പോകുന്നതാണ് ആദ്യത്തെ ഭാഗത്ത് കണ്ടത്. രണ്ടാമത് സതീശൻ പ്രസംഗിച്ച ഉടനെ അബദ്ധം മനസ്സിലാക്കിയ പ്രമോദ് കക്കട്ടിൽ തിരിച്ചു വന്ന് ഷാഫി പറമ്പിലിനെ വിളിക്കാൻ വരുന്നത് കണ്ട് ഷാഫി തടയുകയായിരുന്നു. ആ സമയത്ത് പക്ഷേ ഒടുവിൽ പ്രമോദ് കക്കട്ടിൽ മൈക്കെടുത്ത് പറഞ്ഞു, ഷാഫി സംസാരിക്കുമെന്ന് പറഞ്ഞു. തൊട്ടു പിന്നാലെ ഷാഫി ഒറ്റ വാചകത്തിൽ പ്രസംഗം അവസാനിപ്പിച്ചു. ഇതാണ് അവിടെ നടന്നത്. ആക്ച്വലി നടന്ന സംഭവം അതാണ്. പ്രേക്ഷകർക്ക് ഇനി അത് ശബ്ദത്തോടു കൂടി ഒരിക്കൽ കൂടി ഒന്ന് കാണാം, എന്താണ് സംഭവിച്ചത് ആദ്യം മുതൽ. ജാഥ ക്യാപ്റ്റൻ പ്രിയപ്പെട്ട വി.ഡി. സതീശൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ സവിനയം ക്ഷണിക്കുന്നു. ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട എം.പി. ഷാഫി പറമ്പിൽ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ
കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. ഒറ്റവാചകത്തിൽ ഷാഫി പറമ്പിൽ എം പി പ്രസംഗം അവസാനിപ്പിച്ചു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചു. നമ്മുടെ പാവപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിന് തൊട്ട് പിന്നിരിക്കുന്നുണ്ട്. ഈ ബഹളം കണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുന്നേറ്റിട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പെട്ടെന്ന് സീറ്റിലേക്ക് അങ്ങ് വീണു പോകുന്നുണ്ട്. ആ സമയത്ത് ഈ ബഹളത്തിനിടയിൽ, പിടിവലിക്കിടയിൽ ആരും തള്ളിയിട്ടൊന്നുമല്ല, ആ ബഹളത്തിനിടയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രേക്ഷകർക്ക് കാണാം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വളരെ പെട്ടെന്ന് താഴേക്ക് പോകുന്നതായിട്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതായത് ഈ ദൃശ്യം കഴിഞ്ഞതിന് ശേഷം വരുന്ന അവസാനത്തെ ഭാഗത്താണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാതെ നേതാക്കളെല്ലാം അല്പം ടെൻഷനിലാവുന്ന ഒരു ഘട്ടമാണ്. പ്രമോദ് കക്കട്ടിലാണെങ്കിൽ വിളിച്ചും പോയി, ഷാഫി പറമ്പിലിനെ വിളിച്ചതുമില്ല. അതിനുശേഷം ഷാഫി പറമ്പിൽ അത് വിയോജിപ്പോടുകൂടി പോകുന്നതും കണ്ടു. പിന്നീട് വീണ്ടും പ്രമോദ് കക്കട്ടിൽ വന്ന് തിരികെ ഷാഫി പറമ്പിലിനെ വിളിക്കാൻ വരുമ്പോഴാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ആ ബഹളത്തിൻ്റെയും പിടിവലിക്കുമിടയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സീറ്റിലേക്കങ്ങ് വീണു പോകുന്ന ഒരു ദൃശ്യം കൂടി അതിൻ്റെ കൂടെ ഉണ്ട്.